guys, welcome to my channel Stories of Anu. This is my first long video. ഞാൻ ഇതുവരെ എൻ്റെ ചാനൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. സോ അപ്പോൾ ഞാൻ ഓർത്തു ഇത്ര നാളായില്ലേ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്താ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോളേജ് ഞാൻ എങ്ങനെയാണ് പോകുന്നത് അതൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ ടൈം ഇപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ക്ലാസ് വരുന്നത് 1:30ക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 1:30ത്തെ ക്ലാസ്സിന് എനിക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 60 മിനിറ്റോളം ട്രാവൽ ഉണ്ട്. സോ ആ ജേണിയും പിന്നെ എൻ്റെ കോളേജും ക്ലാസ് റൂമിൽ വീഡിയോ അലൗഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ആണെങ്കിൽ അവിടെ നിന്ന് ചെറിയൊരു ക്ലിപ്പൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ കോളേജിലേക്ക് നമുക്ക് പോകാം. കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിയിലാണ്, ഫ്രാൻസിലാണ്. സോ അവിടുത്തെ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനും എങ്ങനെയാണ് കോളേജും കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് നോക്കാം. ഞാൻ കോളേജിൻ്റെ അവിടെ എത്തിക്കുമ്പോൾ ഞാൻ ഏത് കോളേജാണെന്നൊക്കെ പറയാം. ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ ഏത് കോളേജാണെന്ന്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് പോയാലോ. ഞാനിപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് റെഡിയായി. ഞാൻ ആ റെഡിയായിട്ട് പെട്ടെന്ന് വരുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ബസ് 3 മിനിറ്റിനുള്ളിൽ വരും. എനിക്ക് 3 മിനിറ്റ് വോക്കും ഉണ്ട്. സോ ഞാനിവിടെ നിന്ന് ബസ് എടുത്തു കഴിഞ്ഞ് ട്രെയിൻ എടുക്കും. 2 ട്രെയിൻ എടുക്കണം, ഒരു ബസ് എടുക്കണം, ദെൻ ഇച്ചിരി നടക്കണം. അങ്ങനെയാണ് എൻ്റെ ഇത് വരുന്നത്. ഓക്കെ, ബസ് ഇറങ്ങി ഉടനെ ഒരു 2 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് നടക്കാണ്. ഞാൻ ഓടിയാണ് ട്രെയിനൊക്കെ എത്തി. കാരണം ട്രെയിൻ വന്നവിടെ കിടക്കുവാണ്. സോ ഞാൻ ഓടി അതിനകത്തേക്ക് കയറി. പിന്നെ അതിനകത്ത് നിന്ന് കുറേ കാര്യം പറയാൻ ശ്രമിക്കുന്നില്ല, ഒന്നും നിങ്ങൾ കേൾക്കുന്നില്ല. കാരണം എന്താ, അവിടെ ഭയങ്കര നോയ്സ്. എൻ്റെ പൊന്നോ, ഞാൻ പറയണം ഒന്നും കേട്ടുവിടാം. പിന്നെ ഞാൻ ലാസ്റ്റ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഫോൺ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ഫോൺ പിടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ഇത് കൊണ്ട് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ട്രെയിൻ എങ്ങോട്ട് പോകണം, ഏത് ദിശയിലേക്ക്, എല്ലാ ഡയറക്ഷനും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങോട്ടാണ് അറ്റ്ലീസ്റ്റ് പോകുന്നത് എന്നൊരു ഐഡിയ ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് വിത്തൗട്ട് ഫോൺ നമുക്ക് ഉറപ്പായിട്ടും പോകാം. ഓക്കെ, ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഈ പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. പിക്ക് പോക്കറ്റിംഗ് ഞാൻ ഒന്നുകൂടി പിക്ക് പോക്കറ്റിൻ്റെ കാര്യം പറഞ്ഞാണ്. സോ നമുക്ക് വെസ്റ്റിലോട്ടാണ് പോകേണ്ടത്. സോ അതിന് RRA ആണ് എടുക്കുന്നത്. നമുക്ക് വേറെയും എടുക്കാം. ഈ A കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ട് ഞാൻ A എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഇതാണ് നമ്മളുടെ കോളേജ്. EMLV ബിസിനസ് കോളേജാണ്. അഫോർഡബിൾ ഫീസ് അത്രക്കല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി അതർ കോളേജസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പാരീസിലെല്ലാം നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കോളേജാണ് EMLV. എനിക്കെന്തായാലും 10,000 euro സംതിങ് ആണ് ആയത്. ഒരു വർഷത്തെ കോഴ്സാണ്. ഞാൻ MSc ഡിജിറ്റൽ ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് മാർക്കറ്റിങ്ങിലൊരു 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് എനിക്കിത് സെക്കൻഡ് ഇയറിലോട്ട് കിട്ടിയത്. പിന്നെ 4 ഇയർ ഡിഗ്രി ഉണ്ട്. BTech കംപ്ലീറ്റ് ആയതുകൊണ്ട് 4 ഇയർ ഡിഗ്രി ഉള്ളത് കൂടി കൊണ്ടാണ് ആ ഒരു 1 ഇയർ കോഴ്സ് കിട്ടിയത്. ഇത് 1 ഇയർ കോഴ്സ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേ ബാക്ക് ഇല്ല, അങ്ങനെയൊന്നുമില്ല. സ്റ്റേ ബാക്ക് ഉണ്ട്, 2 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 6 മന്ത് കോഴ്സ് കഴിഞ്ഞിട്ട് 6 മന്ത് ഇൻറ്റേൺഷിപ്പ്, അതാണ് കുറച്ച് പാടായിട്ടുള്ള കാര്യം. പിന്നെ ഈ ടൈം ടേബിളൊക്കെ ഭയങ്കര ഹെക്ടിക്കാണ്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. അപ്പോൾ പഠിക്കാനായിട്ട് വരുന്നവർ മാത്രം ഈ കോളേജ് ഓപ്റ്റ് ചെയ്യുക, അല്ലാത്തവർ അങ്ങനെ ചെയ്യരുത്. കാരണം പഠിത്തവും പാർട്ട് ടൈം കൂടി കുറച്ച് ഹെക്ടിക്കാണ് നമുക്ക് കൊണ്ടുപോകാനായിട്ട്. അത് എല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു കോളേജ് ഓപ്റ്റ് ചെയ്യാൻ. പിന്നെ ഈ കോളേജിൽ മാത്രമല്ല, പുറത്ത് സ്ഥലത്തും എല്ലാവരും എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആരോടും ചോദിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സും നമ്മുടെ എല്ലാം കണ്ടെത്താൻ പറ്റും. ഓരോ ദിവസവും ഓരോ ക്ലാസ് റൂമാണ്. സോ എല്ലാ ദിവസവും സ്ഥിരമായി ഈ ഒരു ക്ലാസ് അല്ല. ഇന്ന് ഈ ക്ലാസ് ആണെങ്കിൽ നാളെ വേറൊരു ക്ലാസ്സാണ്. അതിൽ നമുക്ക് നമ്പറെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ വരും, ഏത് ക്ലാസ് റൂമാണ് എന്നുള്ളതെല്ലാം വരും. സോ ഇതാണ് ഏകദേശം ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ. ഇതിൻ്റെ ക്ലാസ്സിൽ നിന്ന് ജസ്റ്റ് റാൻഡമായിട്ടൊരു ക്ലിപ്പ് എടുത്തതാണ്. Tell me yourself. My name is Divine. And this is Anisha. Yeah. അങ്ങനെ ഇന്നത്തെ എൻ്റെ കോളേജ് ഡേ അവസാനിച്ചു. അപ്പോൾ രാത്രി ഏകദേശം 8:30 കൂടിയാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. സമാധാനമായി. ഇനി തിരിച്ച് ഒരു 60 മിനിറ്റ് ട്രാവൽ ഉണ്ട്. 2 ട്രെയിൻ എടുക്കണം, Aയും Bയും എടുക്കണം, പിന്നെ ഒരു ബസ് എടുക്കണം 147. അതെടുത്തില്ലെങ്കിൽ നമുക്ക് നടന്നായാലും വീട്ടിലെത്താൻ കുഴപ്പമില്ല. പക്ഷേ Aയും Bയും നിർബന്ധമായിട്ട് എടുക്കണം. ഇപ്പോൾ A ഓപ്ഷനിലാണ്, നമുക്ക് A അല്ലെങ്കിൽ M1 എടുക്കാം. M1 മീൻസ് മെട്രോ എടുക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഞാനിങ്ങനെ നടക്കുമ്പോൾ ആലോചിക്കുന്നൊരു കാര്യമാണ്, പണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് ഓഫീസ്
കഴിഞ്ഞ് മീൻസ് ഹോസ്റ്റലിലേക്ക് വരുന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയുടെ ഓരോരോ വിശേഷം ഇങ്ങനെ പറയും. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ സമയത്ത് വീട്ടിലേക്ക് വിളിക്കാനായിട്ട് പറ്റില്ല, കാരണം അവിടെ ഉറങ്ങിയിട്ടുണ്ടാകും. അതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് ചെറുതായിട്ട് എവിടേക്കോ ഒരു തരം എന്തുണ്ട്. ഓക്കെ, നമുക്കതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ എ കയറാനാണ് പോകുന്നത്. പക്ഷേ ബൈ ചാൻസ് എ ക്യാൻസലായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ മെട്രോ ആണ് എടുത്തത്. സോ മെട്രോ എടുക്കാനായിട്ട് ഞാൻ ഓടിയാണ് പോയത്. പിന്നെ ഇവിടെയുള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടിയന്മാരാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഒരു 10-15 സ്റ്റെപ്പിന് പോലും എസ്കലേറ്റർ വെച്ചേക്കുന്നു. എന്താ അല്ലേ? ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് വരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കോളേജ് യാത്ര അവസാനിച്ചിരിക്കുകയാണ്. തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വന്ന വഴി തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. കുറേ ഫുട്ടേജൊക്കെ ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. കുറച്ചൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാത്തതുകൊണ്ട് ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗായതുകൊണ്ട് ഇതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾ അങ്ങ് കണ്ടില്ലെന്ന് നടിക്കുക. ഇതാണ് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലം. എൻ്റെ കയ്യിൽ ഓൾറെഡി ടിക്കറ്റ് കാർഡ് ഞാൻ ചാർജ് ചെയ്തത് കൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കണില്ല. നേരെ സ്വൈപ്പ് ചെയ്തിട്ട് നേരെ അങ്ങ് പോവുകയാണ്. അതുപോലെ തന്നെ ഉച്ചക്ക് കഴിച്ചിട്ട് പിന്നെ ഇത്രയും നേരം ഒരു ലോങ് ബ്രേക്ക് ഒന്നും കഴിക്കാതെ നല്ലപോലെ വിശക്കുന്നുണ്ട്. സോ കുഴഞ്ഞിരിക്കുവാണ്, മൊത്തത്തിൽ തളർന്നിരിക്കുവാണ്. ഇപ്പോൾ മെട്രോയിൽ കയറി ഇനി ബസ് കൂടി എടുത്ത് നമുക്ക് വീട്ടിലേക്ക് പോകാം. സോ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, കൂടുതൽ വിശേഷം ഇനി നമുക്ക് പങ്കുവെക്കാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ്, ടാറ്റാ.